ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ചക്കക്കുരു ചില്ലി. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം 1 കപ്പോളം ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം, നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഈ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം, പകുതിയായിട്ടോ അല്ലെങ്കിൽ 3ആയിട്ടോ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളകും 1 ടീസ്പൂൺ സോയ സോസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതിയായിരിക്കും, കുറച്ച് പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫുള്ളൊന്ന് പിടിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈവനിങ് റെസിപ്പി വളരെ സ്വാദിഷ്ടമായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.